PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ, അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 1-2-2019 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെക്ഷൻ ഓഫ് KCS ആക്ട് ഫ്രം ദ ഫോളോവിങ്. ചൂസ് ദ കറക്റ്റ് സെക്ഷൻസ് ഓഫ് KCS ആക്ട് ഫ്രം ദ ഫോളോവിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? ഓപ്ഷൻസ്: സെക്ഷൻ 12, സെക്ഷൻ 13, സെക്ഷൻ 74, സെക്ഷൻ 74A. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സെക്ഷൻ 74. സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് സെക്ഷൻ 74 പ്രകാരമാണ്. എന്നാൽ ശ്രദ്ധിക്കണം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് സെക്ഷൻ 15 പ്രകാരമാണ്. സെക്ഷൻ 12 എന്താണ്? അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 12ലാണ്. അമെൻഡ് ചെയ്ത ബൈലോ എപ്പോൾ മുതലാണ് നിലവിൽ വരുന്നത്? അത് രജിസ്ട്രേഷൻ ചെയ്ത അന്ന് മുതലാണ് നിലവിൽ വരുന്നത്. അതാണ് സെക്ഷൻ 13 പറയുന്നത്. സെക്ഷൻ 74A പറയുന്നത് ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചാണ്. അപ്പോൾ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഡീൽസ് വിത്ത് സെക്ഷൻ 74. അടുത്തത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ. ഓപ്ഷൻസ്: സെക്ഷൻ 29, സെക്ഷൻ 19, സെക്ഷൻ 39, സെക്ഷൻ 49. ഉത്തരം ഏതാണ്? ഉത്തരം സെക്ഷൻ 29. 27 ജനറൽ ബോഡിയാണ്. 27(2) റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, 28 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി, 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, സെക്ഷൻ 30 സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പം ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 29. സെക്ഷൻ 19 എന്താണ്? മെമ്പർ നോട്ട് ടു എക്സസൈസ് റൈറ്റ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ്സ് മെയ്ഡ്. ഒരു മെമ്പർ കൊടുക്കാനുള്ള അഡ്മിഷൻ ഫീസ്, സബ്സ്ക്രിപ്ഷൻ ഫീസ്, ഇങ്ങനെയുള്ള ഫീസുകളൊക്കെ കൊടുത്താൽ മാത്രമേ ആ മെമ്പറുടെ അവകാശങ്ങൾ കിട്ടുകയുള്ളൂ. അതാണ് സെക്ഷൻ 19 പറയുന്നത്. സെക്ഷൻ 39 പറയുന്നത് റിസർവ് ഫണ്ട് അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സെക്ഷൻ 39 പറയുന്നത്. സെക്ഷൻ 49 പറയുന്നത് ഇൻഡെംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്. അപ്പോൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 29. അടുത്തത് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ. ഓപ്ഷൻസ്: സെക്ഷൻ 15, സെക്ഷൻ 16, സെക്ഷൻ 17, സെക്ഷൻ 18. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി, സെക്ഷൻ 17. 17ലാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 18 നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 16 പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പർ. ആർക്കൊക്കെയാണ് ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ കഴിയുക എന്ന് പറയുന്നത് സെക്ഷൻ 16ലാണ്. അപ്പോൾ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 17. അടുത്തത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓപ്ഷൻ: സെക്ഷൻ 55, സെക്ഷൻ 56, സെക്ഷൻ 57, സെക്ഷൻ 57A. ഏതാണ് ഉത്തരം? ഉത്തരം സെക്ഷൻ 56. 56 പ്രകാരമാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ നടത്തുന്നത്. സെക്ഷൻ 55 എന്താണ്? ഫണ്ട് നോട്ട് ടു ബി ഡിവൈഡഡ്. നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊരു ഫണ്ടും ഡിവൈഡ് ചെയ്യരുത്, മെമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കരുതെന്ന് പറയുന്നത് സെക്ഷൻ 55ലാണ്. സെക്ഷൻ 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. സൊസൈറ്റിയുടെ ഫണ്ട്സ് എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് 57ലാണ്. 57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. അടുത്തത് പവർ ടു മേക്ക് റൂൾസ്. ഓപ്ഷൻസ്: സെക്ഷൻ 107, സെക്ഷൻ 108, സെക്ഷൻ 109, സെക്ഷൻ 110. പവർ ടു മേക്ക് റൂൾസ് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 109. പവർ ടു മേക്ക് റൂൾസ് ഡീൽസ് വിത്ത് സെക്ഷൻ 109. 5ഓളം ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷനിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. The authority which is responsible for the collection and utilization of cooperative education fund
the authority which is responsible for the collection and utilization of cooperative education fund? Options: Kerala Government, State Cooperative Union, State Cooperative Bank, NCUI. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? ഉത്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, an employee of a cooperative society is entitled to get a maximum of dash percentage of bonus. An employee of a cooperative society is entitled to get a maximum of dash percentage of bonus. Options: 8.33%, 15%, 20%, 25%. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 20%. മാക്സിമം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിക്ക് കിട്ടാവുന്ന മാക്സിമം ബോണസ് എന്ന് പറയുന്നത് 20%. ദ ചീഫ് എക്സിക്യൂട്ടീവ് അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ KCS ആക്ട്. ദ ചീഫ് എക്സിക്യൂട്ടീവ് അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ KCS ആക്ട്. പ്രസിഡന്റ്, രജിസ്ട്രാർ, സെക്രട്ടറി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഉത്തരം ഓപ്ഷൻ സി സെക്രട്ടറി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? സെക്രട്ടറിയാണ്. Which among the following is not derived from the net profit of a society? Which among the following is not derived from the net profit of a society? Options: gratuity, reserve fund, common good fund, education fund. ഉത്തരം ഓപ്ഷൻ എ ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡെറിവേഷനായിട്ട് പോകുന്നതല്ല, ബാക്കി മൂന്നും നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നീക്കി വെക്കുന്നതാണ്. അടുത്തത്, റൂൾ കണക്റ്റഡ് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി. റൂൾ കണക്റ്റഡ് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി. ഓപ്ഷൻസ്: റൂൾ 16, റൂൾ 23, റൂൾ 25, റൂൾ 16A. ഏതാണ് ഉത്തരം? ഉത്തരം റൂൾ 16A. റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്നത്. റൂൾ 16 മെൻഷൻ ചെയ്യുന്നത് എന്താണ്? കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിനുള്ള കണ്ടീഷൻസ് ആണ് റൂൾ 16 പറയുന്നത്. ദ ഇയർ ഇൻ വിച്ച് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ്. ദ ഇയർ ഇൻ വിച്ച് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ്. ഓപ്ഷൻസ്: 1969, 1952, 1970, 1942. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ 1969. KCS ആക്ട് നിലവിൽ വന്നത് 1969. സെക്ഷൻ റിലേറ്റഡ് ടു ദ ബൈലോ അമെൻമെൻറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. സെക്ഷൻ റിലേറ്റഡ് ടു ദി ബൈലോ അമെൻമെൻറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻസ്: സെക്ഷൻ 10, സെക്ഷൻ 12, സെക്ഷൻ 16, സെക്ഷൻ 9. ഉത്തരം ഓപ്ഷൻ ബി സെക്ഷൻ 12. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സെക്ഷൻ 12 പ്രകാരമാണ് ബൈലോ അമെൻഡ് ചെയ്യുന്നത്. സെക്ഷൻ 34 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് ഡീൽസ് വിത്ത്. സെക്ഷൻ 34 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ് ഡീൽസ് വിത്ത് നോമിനേഷൻ, സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്, ആനുവൽ ജനറൽ ബോഡി, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ഉത്തരം ഓപ്ഷൻ ബി സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ്. ആനുവൽ ജനറൽ ബോഡി സെക്ഷൻ 29 നേരത്തെ പറഞ്ഞു. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി 27(2) ജനറൽ ബോഡി സെക്ഷൻ 27. 34 പറയുന്നത് റെക്കോർഡ്സിൻ്റെ, അതായത് രേഖകളുടെ, സംഘത്തിൻ്റെ രേഖകളുടെ കൈവശപ്പെടുത്തൽ. അടുത്തത്, ദ ഡ്യൂട്ടി ഓഫ് എ സെയിൽ ഓഫീസർ ഇൻ എ സൊസൈറ്റി ഈസ്. ദ ഡ്യൂട്ടി ഓഫ് എ സെയിൽ ഓഫീസർ ഇൻ എ സൊസൈറ്റി ഈസ്. ഓപ്ഷൻസ്: കണ്ടക്ട് ഇലക്ഷൻ, കണ്ടക്ട് എൻക്വയറി, കണ്ടക്ട് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ, കണ്ടക്ട് ലിക്വിഡേഷൻ. ഉത്തരം ഓപ്ഷൻ സി കണ്ടക്ട് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ. സെയിൽ ഓഫീസറുടെ ഡ്യൂട്ടി എന്താണ്? അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിലാണ്. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. എൻക്വയറി ഓഫീസർ അല്ലെങ്കിൽ വിജിലൻസ് ഓഫീസർ, രജിസ്ട്രാർ ഒക്കെയാണ് എൻക്വയറി കണ്ടക്ട് ചെയ്യുന്നത്. ലിക്വിഡേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ലിക്വിഡേറ്ററാണ്. അപ്പം സെയിൽ ഓഫീസറുടെ ഡ്യൂട്ടിയാണ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ദ റിസർവ് ഫണ്ട് ഈസ് അപ്രോപ്രിയേറ്റഡ് ഫ്രം. ദ റിസർവ് ഫണ്ട് ഈസ് അപ്രോപ്രിയേറ്റഡ് ഫ്രം ഡെപ്പോസിറ്റ്സ്, നെറ്റ് പ്രോഫിറ്റ്, ട്രേഡ് പ്രോഫിറ്റ്, ഷെയർ ക്യാപിറ്റൽ. റിസർവ് ഫണ്ട് ഏതിൻ്റെ അപ്രോപ്രിയേഷനാണ്? ഉത്തരം ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത ഒരു എമൗണ്ടാണ് റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കേണ്ടത്. അടുത്തത്, ഹൗ മെനി മെമ്പേഴ്സ് ഇൻ ദ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ?
ഹൗ മെനി മെമ്പേഴ്സ് ഇൻ ദ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ? ഓപ്ഷൻസ് 3, 2, 1, 5. ഉത്തരം ഓപ്ഷൻ എ 3. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണേഴ്സും. കമ്മീഷണേഴ്സ് അഡീഷണൽ രജിസ്ട്രാറുടെ പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥരായിരിക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ്, നിയമവകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കണം. കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 3 അംഗങ്ങളാണ് ഉള്ളത്. അടുത്തത്, അഫിലിയേഷൻ ഫീ ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. അഫിലിയേഷൻ ഫീ ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, റിസർവ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ. ഉത്തരം ഓപ്ഷൻ ഡി, ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫിലിയേഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മിനിമം അഫിലിയേഷൻ ഫീസ്. മിനിമം അഫിലിയേഷൻ ഫീസ് എത്രയാണ്? 100 രൂപ, മാക്സിമം 2000. അതായത് 40 ലക്ഷത്തിന് മുകളിലാണ് ഷെയർ ക്യാപിറ്റൽ എങ്കിൽ അഫിലിയേഷൻ ഫീസ് കൊടുക്കേണ്ടത് 2000-ഉം, ഷെയർ ക്യാപിറ്റൽ 5000-ൽ താഴെയാണ് എങ്കിൽ അഫിലിയേഷൻ 100 രൂപയുമാണ്. അപ്പോൾ അഫിലിയേഷൻ ഫീസിൻ്റെ മിനിമം 100-ഉം മാക്സിമം 2000-ഉം. In an election to a service cooperative bank, who will give the final voters list to the returning officer? In an election to a service cooperative bank, who will give the final voters list to the returning officer? Options: State Cooperative Election Commission, President of the bank, Secretary of the bank, Electoral Officer. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ ഡി, ഇലക്ടറൽ ഓഫീസർ. ഇലക്ടറൽ ഓഫീസറാണ് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റും പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റും പബ്ലിഷ് ചെയ്യേണ്ടത്. 2019 ഫെബ്രുവരി 1 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ കോപ്പറേറ്റീവ് ലോയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള 18 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.